എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം ചാലക്കുടിയിൽ നിന്ന് വാഗമൺ വരെയുള്ള നമ്മുടെ യാത്രകൾ. നമ്മൾ പോകുന്നത് സ്കൂട്ടറിലാണ് കേട്ടോ. 2 സ്കൂട്ടറിലായിട്ട് പോകുന്നത്. നമ്മൾ പോകുന്ന ഈ ഒരു കാടിന്റെ നടുവിൽ കൂടെയുള്ള നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ വെറ്റിലപ്പാറ വെറ്റിലപ്പാറ നേരെ വെറ്റിലപ്പാറ പിടിച്ചെടുത്തിട്ട് നേരെ ഇവിടെ നേരെ കാലടിക്ക് പോകാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നേരെ കാലടി പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ വാഗമണിക്ക് കട്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റൂട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, എന്നാലും നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടുന്ന നല്ലൊരു റൂട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ അതിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോഴാണ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചത്. നമ്മൾ പോകുന്ന സമയത്ത് കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമായിരുന്നു, മഴയൊക്കെ മാറി നിൽക്കുന്ന നല്ലൊരു സമയമായിരുന്നു കേട്ടോ. നമ്മൾ 2 ബൈക്കിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത് തന്നെയുള്ള ആ ഒരു ചൗക്ക പാടം. ഒരുപാട് കൃഷികളൊക്കെ നടന്നിരുന്ന നല്ലൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴും പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് മഴക്കാലത്ത്. അവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വലത് സൈഡിലായിട്ട് ചൗക്ക പള്ളി കാണാൻ പറ്റും കേട്ടോ. മഴക്കാരായി നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു പള്ളിയുടെ കാഴ്ചകൾ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഉച്ചയായിട്ട് ഏകദേശം ഒരു 1 മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ചോറുണ്ടിട്ട് നമുക്ക് അവിടെ യാത്ര ആരംഭിക്കാം. ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി ഒന്ന് ചെക്ക് ചെയ്യണം. അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന റൂട്ടിൽ ചിലപ്പോൾ വർക്ക്ഷോപ്പുകളൊന്നും കിട്ടിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ നമ്മൾ കാട്ടിക്കൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്രകൾ പോകുന്നത്. കൂടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് തുമ്പൂർ മൊഴി ചെക്ക് ഡാമും അതുപോലെ അതിൻ്റെ പാർക്കായിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു സിൽവർ സ്റ്റോം പാർക്കിൻ്റെ ഏരിയയിൽ എത്തി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്ക് റൈറ്റിലോട്ട് ഡൈവേർഷൻ എടുക്കേണ്ടത്. ഈ കാണുന്നത് വെറ്റിലപ്പാറ ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ നേരെ കാണുന്നത് സിൽവർ സ്റ്റോം വാട്ടർ പാർക്ക്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജാണ് വെറ്റിലപ്പാറ ബ്രിഡ്ജ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മലകളുടെയൊക്കെ ഭയങ്കര രസമായിട്ടൊരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഫോഗി ആയിട്ട് ഇരിക്കുന്ന കുറേ മലകളാണ്. ഇത് കാണുന്നതാണ് നമ്മുടെ ചാലക്കുടി പുഴ. ഇതാണ് കേട്ടോ നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് തന്നെ വാട്ടർഫാളിൻ്റെ അവിടെ വരുന്ന വെള്ളം ഇങ്ങനെയാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു അടിപൊളി ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ ചാലക്കുടി പുഴയുടെ കുറച്ച് അടിപൊളി കാഴ്ചകളാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ തന്നെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അതിരപ്പള്ളി പോണ ആൾക്കാർ മസ്റ്റായിട്ടും ഈ ഒരു ബ്രിഡ്ജിന്റെ അവിടെ ഇറങ്ങി നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണണം. അതേപോലെ അതിൻ്റെ അടുത്ത് അവിടെ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ചുറ്റിലും നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ്. ഇതിലും കണ്ടോ അങ്ങനെ മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ ആകെ ഫോഗായിട്ട് നിൽക്കുന്ന ഈ മലനിരകളാണ് നമ്മൾ കാണുന്നത്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വഴി കിട്ടും. ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് ചെന്ന് നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10 രൂപ ഒരു വണ്ടിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി അവർ അലൗഡ് ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറ്റിലപ്പാറയിൽ നിന്ന് ഇങ്ങനെ ബ്രിഡ്ജ് കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ വന്യമൃഗങ്ങളുള്ള ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് ആനനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇന്നാണ് വന്നപ്പോൾ ആനനെ കാണാൻ പറ്റിയിരുന്നു. ഇതൊക്കെയാണ് ആന വന്ന് ഇവിടെ കഴിക്കുന്നത്. പഞ്ഞാരി ഉള്ളിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ആന കഴിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്നിട്ട് ആന ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇത് നമ്മൾ കാലടി വരെ നമ്മൾ പോകാൻ പോകണം ഈ ഒരു റൂട്ടിലൂടെ. എറണാകുളം ജില്ലയിലെ അങ്കമാലി കേരള പ്ലാന്റേഷൻ്റെ കീഴിലുള്ള ഒരു വലിയ തോട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാലടി പ്ലാന്റേഷൻ. ഇവിടെ റബ്ബർ, കശുവണ്ടി, ഓയിൽ പാം എന്നിവ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഈ കാണുന്ന ഈ കാലടി പ്ലാന്റേഷനിൽ കൂടെയുള്ള നമ്മുടെ യാത്ര മുന്നോട്ട് കുറച്ച് പോയപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടാണ്. പക്ഷെ ഭയങ്കര രസമാണ്. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ കൂടെ ഡ്രൈവ് ചെയ്യണത്. റോഡ് ചെറിയ രീതിയിൽ മോശമാണെങ്കിൽ കൂടി തന്നെയാണെങ്കിലും ഭയങ്കര രസമാണ് മഴയത്തുള്ള ഒരു ഡ്രൈവ്.
ഈ മഴ ഭയങ്കര ശക്തിയായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ അടുത്ത് കണ്ട ഒരു ക്ലബിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു മഴ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ആ മഴ കുറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ യാത്ര നമ്മൾ അവിടെ നിന്ന് ആരംഭിച്ചത്. നമ്മളിപ്പോൾ മലയാറ്റൂർ, പെരുമ്പാവൂർ, മൂന്നാർ റൂട്ടാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. 2 റൂട്ടുണ്ട്. ഒന്ന് മഞ്ഞപ്ര, അങ്കമാലി, എറണാകുളം ഏരിയ. ഈ ഒരു വഴിക്കാണ് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു കപ്പകളുണ്ട്. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു അരുവി പോകുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ ആ ഒരു അരുവിയുടെ അടുത്ത് കുറച്ച് സമയം ചിലവഴിക്കുന്നത് കണ്ടുവിട്ടാൽ. അപ്പോൾ അവിടെ നല്ല അരുവിയാണ്, അതുപോലെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, നല്ലൊരു വൈബാണ്. അപ്പോൾ ഞങ്ങളും ആ ഒരു ഏരിയയിലേക്ക് പോയി അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും ആരംഭിച്ചത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി മലയാറ്റൂർ റൂട്ടിൽ കൂടെയാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് ഈ പാണ്ടുപ്പാറ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. അവിടെ തന്നെയുള്ള ഒരു കരിങ്ങൻസ് റിസോർട്ട് എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണേണ്ട ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്കൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് ഏകദേശം 15 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാമവും തീർത്ഥാടന കേന്ദ്രവുമാണ് മലയാറ്റൂർ. മല, ആറ്, ഊര് എന്നീ 3 വാക്കുകൾ ചേർന്നാണ് മലയാറ്റൂർ എന്ന പേര് വന്നത്. മലയും പുഴയും കരയും സംഗമിക്കുന്ന ഒരിടം എന്ന അർത്ഥമാണ് ഈ പേരിന് പിന്നിൽ. മലയാറ്റൂരിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ സെൻറ് തോമസ് കുരിശുംപടി പള്ളിയാണ്. ക്രൈസ്തവ തീർത്ഥാടകരുടെ ഒരു പ്രധാന കേന്ദ്രമാണ് മലയാറ്റൂർ. ലോകത്തിലെ 8 അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി വത്തിക്കാൻ ഈ പള്ളിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെരിയാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ മലയാറ്റൂർ മലനിരകൾ ഈ ഗ്രാമത്തിന് പ്രകൃതി രമണീയമായ ഭംഗി നൽകുന്നു. മലയാറ്റൂർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് കുറുപ്പമ്പടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കിട്ടുന്നത്. അവിടെ നമുക്ക് ലെഫ്റ്റ് കോതമംഗലം റൂട്ടിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു കോതമംഗലം സിറ്റി. സിറ്റി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മൂവാറ്റുപുഴ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് അവിടെ നിർത്തിയതാണ്. അവിടുന്ന് നമ്മൾ ചായയും ഓരോ ഷവർമയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ഷവർമ കഴിക്കാൻ പോകുന്നത്. ഷവർമ വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കഴിക്കാം. അവിടെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും തന്നെ നല്ല ഹെയർ പിൻ ആയിട്ടുള്ള ഒരു വഴികളാണ്. അവിടെ നല്ല കയറ്റവും നല്ല ഹെയർ പിൻ വഴികളിൽ കൂടിയുള്ള നമ്മുടെ യാത്ര നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ ഈ യാത്ര ഏകദേശം വാഗമണ്ണ് എത്താറായിട്ടോ. അങ്ങനെയുള്ള ആ വാഗമണ്ണിലേക്കുള്ള ആ മെയിൻ റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് പോയി ആ കയറ്റങ്ങളൊക്കെ കയറിയപ്പോഴേക്കും തന്നെ വാഗമണ്ണിൻ്റെതായ ആ ഒരു കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. കുറേ അങ്ങോട്ട് പോയപ്പോഴേക്കും നമുക്ക് ആകെ ഇരുട്ടായി തുടങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ നമ്മൾ നിർത്തിയതാണ് കേട്ടോ. കടുങ്കാപ്പി പിടിക്കാൻ കൊണ്ടോ വാഗമണ്ണ തമിഴ് ഏകദേശം 3 കിലോമീറ്റർ. അപ്പൊ ഭയങ്കര കാറ്റ്, ഭയങ്കര കോട, ഭയങ്കര മഴ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു തട്ടുകടയിൽ നിർത്തിയത് കേട്ടോ. അതും ചേട്ടൻ നല്ല അടിപൊളി കടുങ്കാപ്പി തണുപ്പത്തി കുടിക്കുന്ന നല്ല അടിപൊളി നല്ല വൈബ്. വാഗമണ്ണിൽ നല്ല മഴയും കാറ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാത്രി. അപ്പോൾ നേരെ വന്ന് റൂം എടുത്ത് റൂമിൽ നമ്മൾ താമസിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ മോർണിംഗിലെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ.
നമ്മളിപ്പോ വാഗമണിലാട്ടോ, വാഗമണിലെ ഒരു റിസോർട്ടിലാണ്, ചെറിയൊരു റിസോർട്ടിലാണ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ നമ്മുടെ റൂമും ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. 1000 രൂപയാണ് കേട്ടോ നമുക്കൊരു നൈറ്റിന് നമ്മളിവിടെ ചാർജ് ചെയ്തത്. ഈ ഒരു റൂമിനെ അവർ ചാർജ് ചെയ്തത് അത്യാവശ്യം നമുക്കൊരു 4 പേർക്കൊക്കെ സുഖമായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല മഴയും കാറ്റും വരുന്നതോ. അത് കഴിഞ്ഞപ്പോ നമുക്കിപ്പോ നല്ല കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മളതിന്റെ മേലെയാണ് ആ റോഡ്. അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഈ കാണുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഫ്രണ്ടിലാണെങ്കിൽ 2 ബെഡ്റൂം ഹാളാണ് കേട്ടോ. ഇവിടെ റൂമായിരിക്കും, ബാക്കിലാണ്. ഇവരൊക്കെ റെഡി ആയി നിൽക്കുന്നത്. നമ്മളെ വണ്ടി ഇവിടെയാണ്. 2 ഡബിൾ കട്ടിലാണ്, ടേബിള്, അതുപോലെ ചെയർ. പുതിയ വാഷ്റൂമാണ്, നല്ല രസമുള്ള വാഷ്റൂമാണ്. രാത്രി മുഴുവൻ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ ആയാലും ആ ഒരു മഴയും മഞ്ഞും നല്ല രീതിയിലുണ്ട് കേട്ടോ. രാവിലെ ഒരു ഏകദേശം 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വാഗമണിലെ ടൂർ നമ്മൾ ആരംഭിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. കേരളത്തിലെ ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മലയോര വിനോദസഞ്ചാര മേഖലയാണ് വാഗമൺ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരത്തിലാണ് ഈ വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ മഴയായതുകൊണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചേക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വാഗമൺ വിസിറ്റ് ചെയ്യാൻ പോയത്. അതുകൊണ്ട് തന്നെ പല ടൂറിസ്റ്റ് പ്ലേസുകളും അടഞ്ഞു കിടക്കാണ്. ഫസ്റ്റ് നമ്മൾ കാണാൻ പോയത് വാഗമൺ മെഡോസ് എന്ന് പറയുന്ന ആ ഒരു മൊട്ടക്കുന്നുകൾ കാണാനാണ്. പച്ചപ്പുൽമേടുകൾ, തേയിലത്തോട്ടങ്ങൾ, പൈൻകാടുകൾ, കുത്തനെയുള്ള ഒട്ടക്കുന്നുകൾ, മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് വാഗമൺ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നും വാഗമൺ അറിയപ്പെടുന്നു. ഈ കാണുന്ന ലേക്കിലൂടെയുള്ള ബോട്ടിങ്ങും അതേപോലെ ഇവിടെ തന്നെയുള്ള ആ ഒരു സിപ്പ് ലൈനൊന്നും ഇന്ന് വർക്കിംഗ് അല്ല. വാഗമണിലെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് വാഗമൺ മെഡോസ് എന്നറിയപ്പെടുന്ന ഈ മൊട്ടക്കുന്നുകൾ. കോടമഞ്ഞും തണുത്ത കാറ്റും ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകും. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നതാണ് പുൽമേടുകളുള്ള ഈ മൊട്ടക്കുന്നുകൾ. ഈ ഒരു മൊട്ടക്കുന്നിൻ്റെ അവിടെ നിന്ന് അടുത്തൊരു മൊട്ടക്കുന്നിൻ്റെ അവിടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് കോടമഞ്ഞ കേട്ടോ. ഭയങ്കര കോടയാണ്. നമുക്കുള്ള ഒരുമ കാണാൻ പറ്റില്ല. ഒന്നും കാണുന്നില്ല. താഴ്ത്തിക്കാണ്ട കോട നോക്കി ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോ അവിടെ നിന്നാണ് പോകുന്നത്. അത്ര കോടമഞ്ഞ നമുക്കിവിടെ കിട്ടണേ. നോക്കി ഫുള്ള് കോടയാണ് കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര കോടയാണ്. അല്ല നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ ഭയങ്കര രസം കേട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ. ഇപ്പൊ വാഗമൺ മെഡോസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് പോകണ്ട. ഫുള്ള് കോടയാണ്. അതുപോലെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. നല്ല മഴയും കാറ്റുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വാഗമൺ മെഡോസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അടുത്തൊരു ലൊക്കേഷനായ ലോവർ പൈൻ വാലി എന്നറിയപ്പെടുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ നമുക്ക് പോകണം. അങ്ങോട്ടേക്കുള്ള വഴി തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഈ ഒരു വഴി കൂടെയുള്ള ഒരു യാത്ര ഭയങ്കര രസമാണ്. ലോവർ പൈൻ വാലിയിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അരുവികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അതിലൊരു അരുവിയുടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം.
ലോവർ പൈൻ വാലിയിലേക്ക് പോണ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. എന്നാലും നമുക്ക് ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷെ കാറൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ നമ്മുടെ ഈ ഒരു ലക്ഷ്യസ്ഥാനമായ ആ ഒരു ലോവർ പൈൻ വാലിയുടെ അവിടേക്ക് നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. ഇതാണ് ലോവർ പൈൻ വാലി. ഇവിടെ നമുക്ക് ലോവർ പൈൻ വാലിയുടെ ഉള്ളിലേക്കുള്ള എൻട്രി ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു റെഡ് അലർട്ട് ഉള്ളതുകൊണ്ട് ആണ് അവർ പെർമിഷൻ തരാത്തത്. അല്ലാത്ത നോർമൽ ടൈമിലാണെങ്കിൽ നമുക്ക് ഈ ലോവർ പൈൻ വാലിയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ഇത്ര വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കൂടി ഈ വാഗമൺ സിറ്റിയിൽ ഒരു പെട്രോൾ സ്റ്റേഷനില്ല കേട്ടോ. നമുക്കിനി പെട്രോൾ അടിക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം അപ്പുറത്തുള്ള മറ്റൊരു സിറ്റിയിൽ പോയിട്ട് വേണം നമുക്ക് ഈ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ വാഗമൺ മല കയറുന്നതിന് മുമ്പ് തന്നെ കാണുന്ന പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് മാക്സിമം ഫുൾ ടാങ്ക് ആയിട്ട് തന്നെ പെട്രോൾ അടിച്ചതിന് ശേഷം മാത്രം വാഗമണിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്ന് ഇങ്ങനെ ബ്ലാക്കിൽ പെട്രോൾ വാങ്ങിക്കേണ്ടി വരും. ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഒരു 2 ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് ഒഴിച്ചിട്ടു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്തൊരു സ്ഥലമായ തങ്ങൾപ്പാറ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോയത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ അവിടേക്ക് അലൗഡ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടേക്കുള്ള അലൗഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും പക്ഷേ ആ ചുറ്റിലുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. നല്ലൊരു വൈബാണ്. പ്രകൃതി സൗന്ദര്യവും സാഹസിക വിനോദങ്ങളും ഒത്തുചേരുന്ന ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. വാഗമണിൽ ഒരുവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ചെന്ന ദിവസം അടഞ്ഞു കിടക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വെതറും ഈ ഒരു മഴയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അടുത്തൊരു സ്ഥലമായ പരുന്തുംപാറയ്ക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കാൻ കേട്ടോ. വാഗമണിൽ നിന്ന് പരുന്തുംപാറയിലേക്കുള്ള നമ്മുടെ ഈ യാത്രകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ.